അപ്പോൾ ഇത് നമ്മൾ 2ാം ക്ലാസ്സിൽ നമ്മുടെ മലയാളത്തിൽ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള എൻ്റെ കേരളം നല്ല അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്, ആ ജില്ലകൾ ഏതൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നേയുള്ള ഒരു വീഡിയോയിൽ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? യെസ്, നമ്മൾ കേരളമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദസൂര്യൻ നിർമ്മിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ഈ പദസൂര്യൻ ഉണ്ടാക്കുന്നത്? നമുക്കറിയാം അല്ലേ, കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ എന്താണ് മനോഹരമാണ് അല്ലെ. ഒരുപാട് സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ എവിടെയുണ്ട്? കേരളത്തിലുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ കേരളത്തിനെ ഇത്രയും സുന്ദരമാക്കുന്നത്? യെസ്, ഈ കാണുന്ന പാടങ്ങളാണെങ്കിലും അല്ലെ, വയലുകളാണെങ്കിലും വെള്ളച്ചാട്ടങ്ങളാണെങ്കിലും മലകളാണെങ്കിലും പുഴകളാണെങ്കിലും ഇതെല്ലാം എന്താണ് നമ്മളെ കേരളത്തിനെ സുന്ദരമാക്കുന്ന കാഴ്ചകളാണ് അല്ലെ. അപ്പൊ ഈ കാഴ്ചകൾ എഴുതിക്കൊണ്ട് നമുക്ക് ഈ പദസൂര്യൻ ഒന്ന് പൂർത്തിയാക്കാം. ഇവിടെ ഇതേ നടുവിലായിട്ട് എൻ്റെ നാടെന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മളിപ്പൊ പറഞ്ഞിട്ടുള്ള കേരളത്തിലുള്ള പ്രകൃതിയാണ് എന്ത് കേരളത്തിനെ ഇത്രയും മനോഹരമാക്കുന്നത്. അവിടെ നമ്മൾ കാണുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ അവിടെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഈ പദസൂര്യനിൽ എഴുതി ചേർക്കാം. എന്തൊക്കെ കാര്യങ്ങൾ മക്കൾ എഴുതും? യെസ്, നമുക്കിതാ ഇവിടെ എന്ത് എഴുതാം? പുഴകളുണ്ട് അല്ലെ. കേരളത്തിൽ മനോഹരമായിട്ടുള്ള എന്തുണ്ട്? പുഴകളുണ്ട്. വയലുകളുണ്ട് അല്ലെ. മനോഹരമായിട്ടുള്ള എന്തുണ്ട് കേരളത്തിൽ? വയലുകൾ, പാടങ്ങൾ അല്ലെ, നെൽപ്പാടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? മലകളുണ്ടല്ലേ, ഒരുപാട് മലകൾ. നമ്മളെ നാട്ടിൽ തന്നെ എന്താണ് ഒരുപാട് മലകൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ എന്താണ് നമുക്ക് കായലുകളുണ്ട് അല്ലെ. ഒരുപാട് കായലുകൾ എവിടെയുണ്ട്? നമ്മുടെ കേരളത്തിലുണ്ട്. വെള്ളച്ചാട്ടങ്ങളുണ്ട് അല്ലെ. അപ്പൊ നമുക്കിവിടെ എഴുതാം നമ്മുടെ കേരളത്തിൽ എന്തുണ്ട്? യെസ്, മനോഹരങ്ങളായിട്ടുള്ള എന്തുണ്ട്? വെള്ളച്ചാട്ടങ്ങളുണ്ട് അല്ലെ. ഇനി എന്താ എഴുതാം? നമുക്ക് കാടുകളുണ്ട് അല്ലെ. നമുക്ക് ചുറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് എന്ത് കാണാം? നമുക്ക് കാടുകൾ കാണാം അല്ലെ. അതും എന്താണ് ഈ പറഞ്ഞിട്ടുള്ള കേരളത്തിനെ സുന്ദരമാക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ നമുക്കിവിടെ എഴുതാം അല്ലെ. എന്തെഴുതാം നമുക്ക്? യെസ്, നമുക്ക് കാടുകളുണ്ട് അല്ലെ. ഒരുപാട് കാടുകൾ നമുക്കുണ്ട്. ഇനി എന്തെഴുതും നമ്മള്? നമ്മുടെ ഇതാ കേരളം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ് എന്ത്? തെങ്ങിൻ തോപ്പുകൾ അല്ലെ. ഒരുപാട് തെങ്ങിൻ തോപ്പുകൾ എവിടെയുണ്ട്? നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പൊ ഇതാ നമുക്കിവിടെ എഴുതാം കേരളത്തിൽ എന്തുണ്ട്? യെസ്, തെങ്ങിൻ തോപ്പുണ്ട് അല്ലെ. തെങ്ങിൻ തോപ്പ് എവിടുത്തെ പ്രത്യേകതയാണ്? നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇനി ഇതാ പുഴ നമ്മൾ പറഞ്ഞു. യെസ്, നമുക്ക് എന്ത് പറയാം? നമുക്ക് അരുവികളും തോടുകളും ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇതാ ഇവിടെ മിസ് എന്തെഴുതുകയാണ്? അരുവി അല്ലെ. അരുവികളുണ്ട് നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? തോടുകൾ എന്ന് എഴുതാം അല്ലെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? എഴുതി ചേർക്കാം. ഇനിയും മക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതണം എന്ന് തോന്നുകയാണ്. കുന്നുകൾ എഴുതണം എന്ന് തോന്നുകയാണ്. യെസ്, ഈ പറഞ്ഞിട്ടുള്ള തോട് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. തോട് എഴുതണം എന്ന് തോന്നുകയാണ്. അതൊക്കെ മക്കൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ എഴുതി ചേർക്കാം. അപ്പൊ ഇതാ ഈ വീഡിയോ മക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇനിയും നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട് അല്ലെ. അതൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാടാ. അതുവരെ ബൈ.